സുഹൃത്തെ 3 മാസം മുമ്പ് ഓഫീസിൽ AC ഒക്കെ കൊണ്ടിരുന്ന് വർക്ക് ചെയ്തു തുടങ്ങിയ സമയത്താണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. എൻ്റെ ഒരു ദിവസം മിക്കവാറും മെയിൽ അയച്ചുകൊണ്ടും ഡോക്യുമെന്റേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും സ്പ്രെഡ്ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നുമല്ല എന്നെ കൂടുതൽ ഞെട്ടിച്ചത്. ഇതിൽ പറയുന്ന പകുതി കൂടുതൽ കാര്യങ്ങളും ഞാനില്ലെങ്കിലും നടന്നു പോയിക്കോളും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ കൊളീഗ്സായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയതും. വീക്കെൻഡ്സിൽ മാത്രം കംപ്ലീറ്റ് ചെയ്യുന്നോടുന്ന മാൻഡേറ്ററി കോഴ്സസ് എനിക്ക് വീക്ക് ഡേയ്സിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിമ്പിളായിട്ട് AI ഒരു വർക്ക് സിസ്റ്റത്തിനെ പറ്റിയിട്ട് പറയാം. ഈ സിസ്റ്റത്തിന് നിങ്ങൾക്ക് ഒരു CDV സിസ്റ്റം എന്ന് പറയാം, അതായത് ക്യാപ്ചർ, ഡെലിഗേറ്റ് ആൻഡ് വെരിഫൈ. എൻ്റെ +1+2 കാലഘട്ടത്തിൽ സ്കൂളിൽ പുതുതായിട്ട് പ്രൊജക്ടർ വെച്ചത് പ്രമാണിച്ചിട്ട് ഞങ്ങൾ എല്ലാ ക്ലാസ്സുകാരെയും ഒരു പടം വീതം കാണിക്കണമെന്ന് പ്രിൻസിപ്പലിന്റെ സൈഡിൽ നിന്ന് ഉത്തരവുണ്ടായി. അപ്പം അങ്ങനെ ഞങ്ങളെ കാണിച്ച പടമായിരുന്നു ചാർലി ചാപ്ലിന്റെ മോഡേൺ ടൈംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പടത്തിൽ ചാപ്ലിൻ വലിയൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ്. അപ്പൊ ഈ പുള്ളിയുടെ പണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെയർ ബെൽറ്റ് വഴി പോകുന്ന നട്ടിനെ ടൈറ്റ് ചെയ്തിടലാണ് പുള്ളിയുടെ പണി എന്ന് പറയുന്നത്. അങ്ങനെ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവ് പ്രമാണിച്ച് അവർ കൺവെയർ ബെൽറ്റിന്റെ സ്പീഡ് കൂട്ടി വിടുന്നുണ്ട്. അപ്പൊ ഇതിനനുസരിച്ച് ചാപ്ലിൻ വർക്ക് ചെയ്യുന്നതിന്റെ സ്പീഡും കൂടുന്നുണ്ട്. അങ്ങനെ അവസാനം കൺവെയർ ബെൽറ്റ് നിന്നെങ്കിലും പുള്ളിയുടെ പണി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ആ നട്ടിന്റെ രൂപത്തിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും അതിനെ ടൈറ്റ് ചെയ്യാനായിട്ട് പുള്ളി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ മിക്കവരുടെയും ഓഫീസ് വർക്ക്സും. ഇങ്ങനെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും, നമ്മളത് വീണ്ടും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചാപ്ലിനെ പോലെ ലഞ്ച് ബ്രേക്കിനും ചായ കുടിക്കാൻ പോകുമ്പോഴും എല്ലാം നമ്മൾ വർക്ക് ലോഡിനെ പറ്റി കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു എക്സാക്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമ്മൾ മിക്കവരും AI യൂസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. എന്തെങ്കിലും ഒരു ടാസ്ക് വരുന്നു, നേരെ ChatGPT തുറക്കുന്നു, എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നു, ChatGPT കുറച്ച് ഉത്തരം തരുന്നു, അതിനെ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. ഇതായിരിക്കും നമ്മൾ മിക്കവരും ചെയ്യുന്നത്. ഇത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ്, പക്ഷേ അവിടെ ഒരു സിസ്റ്റംസ് തിങ്കിങ് ഇല്ല. പക്ഷേ ഇതിനെ എങ്ങനെ ഒരു സിസ്റ്റംസ് തിങ്കിങ് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഡെയിലി റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ടാസ്ക് എന്തൊക്കെയാണ് അത് കണ്ടുപിടിക്കുക. റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് എന്ന് മാത്രമല്ല, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് വരുന്ന സിറ്റുവേഷൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സോ നമ്മുടെ മീറ്റിംഗ്സിനെ സമ്മറൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്ലയന്റ് മെസ്സേജസിനെ കൂടുതൽ ഫോർമൽ ആക്കുന്നത്, അതേപോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനെ Q&A ഫോർമാറ്റിലോട്ട് മാറ്റുന്നത്. സോ ഈ എക്സാമ്പിൾസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ സ്ഥലത്തും റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് വരുന്നത്. അപ്പോൾ ഇവിടെ മാജിക് ഉപയോഗിച്ച് നമ്മുടെ സമയം സേവ് ചെയ്യുകയല്ല, നേരെ മറിച്ച് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് പാറ്റേൺസ് കണ്ടുപിടിച്ച് അതൊരു റീയൂസബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലോട്ട് മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ CDV സിസ്റ്റത്തിലുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ് ക്യാപ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ AI ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബിസി ലൈഫിലുള്ള ടാസ്കുകൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊരു ഒരാഴ്ചത്തേക്ക് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്കാണ് റെപ്പറ്റേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി പണി അവിടെ കഴിഞ്ഞു. അപ്പം നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട്സുകളിൽ, അസൈൻമെൻറ്റ്സിൽ, എക്സാം പ്രെപ്പിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിപ്പീറ്റബിലിറ്റി കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങളൊരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് റിപ്പോർട്ട്സിൽ, അയക്കുന്ന മെയിൽസിൽ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റേഷനിലെല്ലാം ഈ ഒരു റിപ്പീറ്റബിലിറ്റി കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ആദ്യ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിപ്പീറ്റബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേജാണ് ഡെലിഗേറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ മിക്കവരും മിസ്റ്റേക്സ് വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. സോ AIക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ എന്ത് കോണ്ടെക്സ്റ്റിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല. സോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, എടാ ഞാൻ അടിപൊളിയല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ചോദ്യം കേട്ട എക്സൈറ്റ്മെന്റിൽ ഒരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ട് പിന്നല്ല നീ അടിപൊളി തന്നെയാന്ന് പറയുമായിരിക്കും. പക്ഷെ അവിടെ എന്ത് കോണ്ടെക്സ്റ്റിലാണ് ആ ഒരു കൂട്ടുകാരൻ അങ്ങനെ ചോദിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. മേ ബി പുള്ളിക്ക് ലോൺലി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടാവാം. ചിലപ്പോൾ എടാ നീ ഓക്കെ അല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പൊ ഇതേപോലെ തന്നെയാണ് AI വർക്ക് ചെയ്യുന്നത്. എന്ത് കോണ്ടെക്സ്റ്റിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ AIക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ പഴയ വീഡിയോസിലെല്ലാം പറഞ്ഞ പോലെ തന്നെ റോൾ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റാൻഡേർഡ് എന്നുള്ള ഫോർമാറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മെസ്സേജ് ഉണ്ട്, ഇതെങ്ങനെ സമ്മറൈസ് ചെയ്യാം നോക്കാം. സോ സാധാരണ ഒരാൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? സമ്മറൈസസ് മെസ്സേജ് എന്ന് ഒരു പ്രോംപ്റ്റ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഇനി എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ചോദിക്കാൻ നോക്കാം. സോ ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ റോൾ എന്ന് പറയുന്നത്. സോ റോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ആക്ട് ആസ് മൈ വർക്ക് അസിസ്റ്റന്റ് എന്ന് ചോദിക്കാം. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സെക്ഷനിൽ നമ്മുടെ ഇൻപുട്ട് കൊടുത്ത ശേഷം ഐ വാണ്ട് ഇറ്റ് ഇൻ 3 ഡിഫറെന്റ് സെക്ഷൻസ് അല്ലെങ്കിൽ 3 ഡിഫറെന്റ് ഹെഡിങ്സ് എന്ന് പറയാം. ഫസ്റ്റ് സെക്ഷൻ ഷുഡ് ബി എ ഡിസിഷൻ സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ ഷുഡ് ബി എനി പെൻഡിങ് ക്വസ്റ്റ്യൻസ്, ആൻഡ് തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ എന്ത് നെക്സ്റ്റ് ആക്ഷൻസ് എടുക്കണം. അങ്ങനെ 3 ഹെഡിങ്സ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസിനനുസരിച്ചിട്ട് ലൈക്ക്
മാറ്റിക്കൊണ്ടുവരാന്നുള്ളതേ ഉള്ളൂ. ആൻഡ് അവസാനമായിട്ട് സ്റ്റാൻഡേർഡ് ആണ്. സോ സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ഏത് സ്റ്റാൻഡേർഡിലാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടതെന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ലൈക്ക് ഷോർട്ട് ആൻഡ് ബ്രീഫ് ആയിട്ടുള്ള രീതിക്കാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്, അതോ ലോങ് ആയിട്ടുള്ള എസ് എ കൈൻഡ് ഓഫ് രീതിക്കാണ് ഔട്ട്പുട്ട് വേണ്ടത് എന്ന് പറയുന്ന സംഭവമാണ് ഇത്. അതുപോലെ തന്നെ കാഷ്വൽ ആയിട്ടുള്ള ടോൺ മെയിൻറ്റെയിൻ ചെയ്യണോ, അതോ പ്രൊഫഷണൽ ആയിട്ടുള്ള ടോൺ മെയിൻറ്റെയിൻ ചെയ്യണോ. സോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്ന സംഭവമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ ചാറ്റ് ബോട്ട് റിസൾട്ട് തരുന്നതാണ്. സോ ഈ ഒരു സ്റ്റേജിനാണ് ഡെലിഗേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജാണ് വെരിഫൈ എന്ന് പറയുന്നത്. സോ എ ഉപയോഗിക്കുന്നവരെ നമുക്ക് രണ്ട് കൂട്ടരായിട്ട് തിരിക്കാം. ഒന്നാമത്തെ കൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കൊടുക്കുന്ന റിസൾട്ടിനെ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നവർ. രണ്ടാമത്തെ കൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കൊടുക്കുന്ന റിസൾട്ടിന്റെ ഒരു ഔട്ട്ലൈൻ ആയിട്ട് മാത്രം കണ്ടിട്ട് അവരുടെ സ്വന്തം ജഡ്ജ്മെന്റ്സ് വെച്ചിട്ട് വെരിഫൈ ചെയ്ത് അങ്ങനെ ഉപയോഗിക്കുന്നവർ. സോ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ സെയിം കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ മേ ബി ചാറ്റ് ബോട്ട് ഒരു റിസൾട്ട് എനിക്ക് തന്നിട്ടുണ്ടാവും, മേ ബി ഒരു ഹൂക്ക് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ ഞാൻ എയോട് തിരിച്ച് ചോദിക്കുകയാണ് എന്ത് സ്കോർ ഇതിന് കൊടുക്കും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് പറ്റുന്ന. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ എ വെച്ചിട്ട് നമുക്ക് ബിസി ആയിട്ടുള്ള വർക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ CDV സിസ്റ്റം വെച്ചിട്ട് ചെയ്യുന്നത് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് കണ്ടുപിടിക്കുക, കോണ്ടെക്സ്റ്റ് കൊടുത്തുകൊണ്ട് അതിനെ ഡെലിഗേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് വെരിഫൈയും ചെയ്യുക. മലയാളികളുടെ വർക്ക് കൾച്ചർ മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓഫീസ് വർക്ക്സ് ഉണ്ടാവും, ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും, അതുപോലെ കമ്മ്യൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാനായിട്ടോ സമയം കിട്ടാണ്ട് ഗിൽറ്റ് അടിച്ചിരിപ്പുണ്ടാവും. സോ ഈ ഗിൽറ്റ് മാറ്റാനായിട്ട് മോട്ടിവേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു സിസ്റ്റം മാത്രം മതി. സോ ഇതിനെ ജസ്റ്റ് ഒരു റാൻഡം ടൂളായിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. നേരെ മറിച്ച് അതിനൊരു വർക്ക് ഫ്ലോ അസിസ്റ്റന്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട് പറ്റും. എ വെച്ചിട്ട് വാല്യൂബിൾ ആകാനായിട്ട് പ്രോംപ്റ്റ് എക്സ്പെർട്ട് ഒന്നും ആവണമെന്നില്ല. നമ്മുടെ ഡെയിലി വർക്ക് പ്രോസസ്സ് മനസ്സിലാക്കി അതിൽ എവിടെയാണ് എനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ മാത്രം മതി. സോ നിങ്ങളെ ഡെയിലി ബോറടിപ്പിക്കുന്ന ആ ഒരു ടാസ്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ്സിൽ പറഞ്ഞോ. അതിനായിട്ട് ഒരു വർക്ക് ഫ്ലോ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.